അലോഷി സേവർ ചേർന്നു. ശ്രീ അലോഷി, ഈ സമരമുറ മന്ത്രിയെ കയറ്റം ചെയ്യലാണെങ്കിൽ അത് തെറ്റാണ്, ചെയ്തുകൂടാത്തതാണ്. അല്ല, മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത അവാസ്തവമാണ്. ഞാനും അതിന്റെ വിഷ്വലുകൾ കണ്ടു. വളരെ ക്ലാരിറ്റിയോടെയുള്ള വിഷ്വൽ എന്റെ പക്കലുമുണ്ട്. സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായ രീതിയിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ വലിയ രീതിയിൽ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ, വലിയ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്കും പോകുമ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് യാതൊരു തരത്തിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല. വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് മന്ത്രി അവിടെ വന്നത്. ഈ പ്രതിഷേധക്കാർ അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന പോലീസ് സന്നാഹം മന്ത്രിയെ വളയം വഹിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ആലോചിച്ച് മന്ത്രിയുടെ കഴുത്തിലും കൈക്കുമൊക്കെ പരിക്കേൽക്കുന്നത്? അല്ല, സ്വാഭാവികമായും ഞങ്ങൾ കണ്ട വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലും അവിടെയുള്ള ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോഴും യാതൊരു തരത്തിലും മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. മന്ത്രിയുടെ ദേഹത്ത് ഇതിന്റെ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി വിഷ്വലുകളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഉണ്ടായ സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംരക്ഷണ വലയം തീർത്തപ്പോൾ അതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തതയില്ല. പിന്നെ കൂടുതൽ വിഷ്വലുകളും അതേപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വരുമ്പോൾ അതിൽ വ്യക്തത വരുത്താമെന്നാണ് കരുതുന്നത്. എത്ര പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനകത്തുള്ള കരിങ്കുടി പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു അലോഷി? അല്ല, സ്വാഭാവികമായും 10-15ഓളം കേസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങൾക്കിതിൽ മനസ്സിലാക്കുന്നത് മന്ത്രി രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലേക്ക് വാർത്തകളെ കൊണ്ടുപോകുന്നു എന്നതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ആദ്യഘട്ടത്തിൽ. കാരണം ഞങ്ങൾക്ക് ലഭ്യമായ വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലും അവിടെ നിന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് മനസ്സിലായത് മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. കാരണം അത്രത്തോളം പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു മന്ത്രിക്ക് ചുറ്റും. അലോഷി സേവ്യർ, ഇവിടെ ഇത്തരം കരിങ്കുടി പ്രതിഷേധങ്ങൾ കേരളത്തിൽ പുതിയതൊന്നുമല്ല. പക്ഷേ എല്ലാ സമരങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട സമരങ്ങളിലേക്ക് നിങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ പോകുന്നത് എന്തിനാണ്, ശ്രീ അലോഷി സേവ്യർ? അല്ല, സ്വാഭാവികമായും ആ പരിധി വിട്ടു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കേരളത്തിലെ സാധാരണപ്പെട്ട ആശുപത്രികളിൽ ചെല്ലുമ്പോൾ പഞ്ഞി മൂക്കിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യമാണ്. വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വിശ്വാസത്തോടുകൂടി ധൈര്യപൂർവ്വം ഒരു ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനകീയ രോക്ഷം ആളിക്കെത്തുക എന്നത് ഇതിന്റെ സ്വാഭാവികമായിട്ടും ഉള്ള ഇതിന്റെ ഒരു പ്രതികരണമാണ്, അതിന്റെ ഒരു പ്രതിഫലനമാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത്. അല്ലാതെ മന്ത്രി ഇവിടെ രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കേണ്ട യാതൊരു കാര്യമില്ല. മന്ത്രിയുടെ ദേഹോപദ്രവം വരുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിഷ്വലിന്റെ അടിസ്ഥാനത്തിലും അവിടെയുള്ള ഭാരവാഹികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും മന്ത്രി ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാൻ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. കാരണം മന്ത്രിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. സർക്കാരിനെതിരെ ഇല്ലാത്ത കഴുത്തുവേദന ഉണ്ടാവുമോ, ഇല്ലാത്ത കയ്യിലെ മുറിവ് ഉണ്ടാവുമോ അലോഷി സേവ്യർ? അങ്ങനെ മന്ത്രി ഇല്ലാത്ത രക്തസാക്ഷി പരിവേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ല, അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടണം. അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൽ ക്ലാരിറ്റി വരും. ഇത് നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടതാണല്ലോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളും വിഷ്വലുകളിൽ കണ്ടു. ഏതെങ്കിലും ഒരു വിഷ്വലുകളിൽ, നിങ്ങളുടെ പക്കലുള്ള ഏതെങ്കിലും ഒരു വിഷ്വലിൽ ഈ മന്ത്രിയുടെ ദേഹത്ത് ഇവരുടെ പ്രതിഷേധം എത്തുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ട ചാനലിൽ കണ്ടതായിക്കൊള്ളട്ടെ, നമുക്ക് പേഴ്സണലി നമുക്ക് അയച്ചുന്ന വിഷ്വലുകളിലും ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഞാൻ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും മന്ത്രി അത്തരത്തിലേക്ക് ഈ വിഷയത്തിന്റെ മെറിറ്റിനെ ഡൈവേർട്ട് ചെയ്ത് കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധി അല്ലല്ല, വിഷയത്തിന് ഡൈവേർട്ട് ചെയ്യുന്നവർ നിങ്ങളാണ്. ഇപ്പൊ കേരളത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ചർച്ചയാവുന്നുണ്ട്. അതിനെ ആ മെറിറ്റിനെ കളയുന്നത് ഇത്തരത്തിൽ സമരമാർഗ്ഗങ്ങൾ നിങ്ങളല്ലേ ആലോചിച്ചത്? അല്ലല്ല, സ്വാഭാവികമായും നമ്മൾ അതിന്റെ വിഷ്വലുകൾ ഇപ്പൊ 24ന്റെ കയ്യിൽ അത്തരത്തിലൊരു വിഷ്വൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ആ വിഷ്വൽ കണ്ടതിന് ശേഷം ഞാൻ അതിൽ പ്രതികരിക്കാം. കാരണം വിഷ്വൽ കാണാതെ നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ നമ്മൾ മറുപടി പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പരിക്ക് പറ്റി കയ്യേറ്റം ചെയ്തു സ്പീക്കർ എൻ ഷംസീർ പറയുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. കേരളത്തിന്റെ സ്പീക്കർ പറയുന്നതാണോ, KCUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണോ കേരളം വിശ്വസിക്കേണ്ടത് അലോഷി സേവ്യർ? കേരളം വിശ്വസിക്കേണ്ടത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സ്പീക്കർ ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷന്റെ ഒരു വക്കിലേക്ക് നിൽക്കുമ്പോൾ ഈ വിഷയത്തെല്ലാം രാഷ്ട്രീയപരമായി വളച്ചൊടിക്കാൻ വലിയ രീതിയിലേക്കുള്ള ഗൂഢാലോചനകൾ, അതിന്റെ ശ്രമങ്ങളൊക്കെ നടക്കും. അത് ഇതിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കപ്പെടണം. അത് പരിശോധിച്ചതിന് ശേഷം നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ ഈ KSUവിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ മന്ത്രിയുടെ ദേഹത്ത് ആ പ്രതിഷേധത്തിന്റെ ഇതെത്തുന്ന തരത്തിലേക്കുള്ള വിഷ്വൽ നിങ്ങളുടെ 24ന്റെ കയ്യിലുണ്ട് എങ്കിൽ അല്ല, ദൃശ്യങ്ങളൊക്കെ വരട്ടെ. കൂടുതൽ ഇപ്പൊ നേർക്കുന്നവർ അറ്റാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും വരാതിരിക്കില്ല. അലോഷി വരട്ടെ. അലോഷി സേവ്യർ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീനരാഷ്ട്രീയമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അവിടെ ഉണ്ടായ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. ഇതൊക്കെ ശരിയാണോ അലോഷി സേവ്യർ? ശ്രീ ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിലും എത്രയോ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ SFIയുടെ അല്ലെങ്കിൽ DYFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ശരി, നെറ്റുമുട്ടിച്ചു ഉമ്മൻചാണ്ടി ക്ഷമിച്ചു എന്ന് കരുതി അത്തരം അക്രമ സംഭവങ്ങൾ നോർമലൈസ് ചെയ്യണോ?
അല്ല, ഒരിക്കൽ നോർമലൈസ് ചെയ്യുകയോ അതിനെ താരതമ്യപ്പെടുത്തുകയോ അല്ല ചെയ്തത്. ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി അവിടുത്തെ ഭാരവാഹികൾ പറയുമ്പോൾ, നമ്മുടെ മുൻപിൽ ലഭ്യമായിട്ടുള്ള വിഷ്വലുകൾ നമ്മൾ പരിശോധിച്ച് നമ്മളത് പറയുമ്പോൾ, നമുക്ക് എങ്ങനെയാണ് അത് മന്ത്രി കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലേക്ക് വാർത്തകളെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക? ഡൈവേർട്ട് ചെയ്യുന്നതല്ലെന്നേ, മന്ത്രിയുടെ കയ്യിൽ പരിക്ക്, മന്ത്രിയുടെ കഴുത്തിൽ വേദന, അതെങ്ങനെ ഉണ്ടായി? മന്ത്രി സ്വയം ഉണ്ടാക്കുവോ ശരീരത്തിൽ ഒരു മുറിവ്? അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ വിഷ്വലുകൾ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു വിടുന്നു. ആ ഘട്ടത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ആ വിഷയത്തിൽ എന്താണ് കേസിന്റെ നിലപാട് എന്ന് ഞാനത് വ്യക്തമാക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ശ്രീ അലോഷ്യസ് സേവ്യറാണ് KSU സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചത്. അത്തരത്തിൽ എന്താ കയ്യേറ്റം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.